Hello guys, welcome back to my YouTube channel. 555 ഏഞ്ചൽ ടാറോട്ട് ലവ് റീഡിങ്ങിലേക്ക് സ്വാഗതം. ഓക്കെ, 555 ഏഞ്ചൽ ടാറോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് സ്വാഗതം. എൻ്റെ തേർഡ് ചാനലാണ്. അതായത് 555 ഏഞ്ചൽ ടാറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിൻ്റെ അത് ഫസ്റ്റ് ചാനലാണ്, അതിൻ്റെ തേർഡ് ചാനലാണ് ഇത്. അപ്പോൾ പുതിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം, അറിയാത്തവർക്ക്. ഓക്കെ, എൻ്റെ സ്ഥിരം വ്യൂവേഴ്സ് ആണെങ്കിൽ അറിയാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ തംബ്നെയിൽ കണ്ടിരിക്കുന്നത് പോലെ ഈ വ്യക്തിയുടെ നിങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ റീഡിംഗ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എന്നും വെച്ചിരിക്കുന്നത് പോലെ 2 പൈൽസ് ആണ് വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ദ ഹാർമണി കാർഡാണ്. നമ്പർ 6 ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഹാർമണി മീൻസ് എല്ലാം കൊണ്ടും വളരെ എന്താ പറയുക, എല്ലാം ലഭിച്ചിട്ട് വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന, അല്ലെങ്കിൽ കംപ്ലീറ്റ് ബാലൻസ്ഡ് ആയിട്ട്, ഓക്കെ, കംപ്ലീറ്റ് ബാലൻസ്ഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു എല്ലാം കൊണ്ടും സ്നേഹം, സപ്പോർട്ട്, കരുണ, അല്ലെങ്കിൽ വിശ്വാസം, എല്ലാം കൂടെ ഒരു ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജീനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത്, ഫസ്റ്റ് പയലായിട്ട്. ആൻഡ് ദിസ് വൺ ഇസ് ദ സെക്കൻഡ് പയൽ. ദ സോൾട്ടിറ്റ്യൂഡ് കാർഡാണ്. നമ്പർ 9 ആണ്. ഇത് ഒരു ഒറ്റപ്പെട്ട ഒരു ഇത്, പക്ഷെ അത് നെഗറ്റീവായിട്ടൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ഇപ്പോൾ സെപ്പറേഷൻ പീരീഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനെ സൂചിപ്പിക്കുന്നു. അതല്ല എങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ പ്രണയത്തിലാണെങ്കിൽ കൂടി നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒറ്റക്കൊറ്റക്കാണ്, മേ ബി ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്, അതിനെയൊക്കെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട, അതിനെയും കൂടി സൂചിപ്പിക്കുന്ന കാർഡാണിത്. ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പലതും മനസ്സിലാക്കുന്നു, പല കാര്യങ്ങൾ തിരിച്ചറിയുന്നു. ഓക്കെ, ഒരു പാഠപുസ്തകവും കൂടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ധാരാളം അർത്ഥങ്ങൾ, ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ അർത്ഥങ്ങൾ ഇതിനുണ്ട്, ഈ ഒരു കാർഡിനുണ്ട് എന്ന് വെച്ചിട്ട് നിങ്ങൾ ഇത് സെലക്ട് ചെയ്യണം എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കാർഡ് കാണുമ്പോൾ, ഈ 2 കാർഡ്സ് കാണുമ്പോൾ ഏത് പയലാണോ നിങ്ങളെ കോൾ ചെയ്യുന്നത്, ഏത് പയലാണോ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്, ആ ഒരു പയൽ ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഈ വ്യക്തിയുടെ നിങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് പയലിലേക്ക് പോകാം, ദ ഹാർമണി കാർഡ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പയൽ ദിസ് ഹാർമണി കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. നമുക്ക് നോക്കാം വാട്ട് വിൽ ബി ദ സ്പ്രെഡ്. നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ എന്തൊക്കെയാണ്. യെസ്, ദ ഏഞ്ചൽസ് ഓഫ് ദ 4 directions. Okay, the choices and fun, great. Yes, great achievements. Okay, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ എന്താ പറയുക, ഭയങ്കര പ്രൊഫഷണൽ. അതായത് ഈ വ്യക്തി എന്തെങ്കിലും കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യവും ത്യജിച്ചിട്ടായാലും, എന്ത് കാര്യവും അഡ്ജസ്റ്റ് ചെയ്തിട്ടായാലും ഈ വ്യക്തി അത് നേടിയെടുക്കും എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. 100% പ്രൊഫഷണൽ ആയിട്ടുള്ള വ്യക്തി, 100% ആത്മാർത്ഥതയുള്ള വ്യക്തി. ഓക്കെ, അത്തരത്തിലുള്ളൊരു രീതിയാണ് നമ്മൾക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കണം നല്ല രീതിയിൽ സ്പിരിച്വലി കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം കാണിക്കുന്നു. അതായത് സ്പിരിച്വൽ കണക്ഷൻ ഭയങ്കരമായിട്ട് കാണിക്കുന്നു. ആൻഡ് ഓൾസോ ഏഞ്ചൽസ് ബ്ലെസ് ചെയ്ത റിലേഷൻഷിപ്പും കൂടിയാണ്. അതായത് ഏഞ്ചൽസ് പല രീതിയിലും നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നുണ്ട്. അത് ഏഞ്ചൽ നമ്പേഴ്സ് ആയിട്ടായിരിക്കണം, അല്ലെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഈ പേഴ്സണെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം ഈ പേഴ്സൻ്റെ മെസ്സേജ് വരിക, അല്ലെങ്കിൽ കോള് വരിക, അല്ലെങ്കിൽ ഈ പേഴ്സണായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കാണുക, അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ അടുത്ത സുഹൃത്തുക്കളെ കാണുക, അല്ലെങ്കിൽ ഈ പേഴ്സൺ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ അങ്ങോട്ടേക്ക് പോവുക, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ആ പേഴ്സൺ വരിക. ഓക്കെ, അത്തരത്തിലുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് നിങ്ങളുടെ ലൈഫിലും ആ പേഴ്സൻ്റെ ലൈഫിലും നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഏഞ്ചൽസ് ഓഫ് ദ 4 directions, ഇറ്റ്സ് ഓൾ അബൌട്ട് നിങ്ങളുടെ ചുറ്റിനും ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് നല്ല രീതിയിലുണ്ട്. മേ ബി നിങ്ങൾ ഏഞ്ചൽ നമ്പർ 1, 2, 3 കാണുന്നുണ്ടാകാം, 12, 12 കാണുന്നുണ്ടാകാം, ആൻഡ് ഓൾസോ 11, 11 കാണുന്നുണ്ടാകാം, 10, 10 കാണുന്നുണ്ടാകാം. മിറർ നമ്പേഴ്സ് ആണ്. ഓക്കെ, അത് നിങ്ങൾ കാണുന്നുണ്ടാകാം. 10, 10, 11, 11, then 12, 12, 1, 2, 3. ഓക്കെ, ഇങ്ങനത്തെ ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ
സ്റ്റോപ്പ് വറിയിങ്, പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ രണ്ടുപേരും ഹീലിംഗ് പ്രോസസ്സിലൂടെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളാണെങ്കിലും ഈ ഒരു ഏഞ്ചൽസിനെ കുറിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ, അഫിർമേഷൻസ്, അല്ലെങ്കിൽ അവരോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കണ്ടിന്യൂഷൻ ആയിട്ട് ചെയ്യാനായിട്ടാണ് ഇവിടെ പറയുന്നത്. കാരണം ഏഞ്ചൽസിന് നല്ല രീതിയിൽ ഹാപ്പി ആകുന്നുണ്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളെ പല രീതിയിലും ഗൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾക്ക് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഓക്കെ, അപ്പോൾ ഏഞ്ചൽസിന്റെ സപ്പോർട്ട് ഉണ്ട്, ഗൈഡൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഏഞ്ചൽസിനെ നന്നായിട്ട് പ്രാർത്ഥിക്കാം, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, യൂണിവേഴ്സിനോടും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ബിക്കോസ് നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ ആ ഒരു അഫർമേഷന്റെ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയുടെ ശക്തി നല്ല രീതിയിൽ യൂണിവേഴ്സിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന വെറുതെയാണ്, അല്ലെങ്കിൽ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. ബട്ട് നോ, ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. അങ്ങനെ ചിന്തിക്കരുത്. ബിക്കോസ് ഇത് കണക്റ്റഡ് ആകുന്നുണ്ട്. ഓക്കെ, സ്പിരിച്വലി കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ കീപ്പ് ഓൺ ഗോയിങ്, അങ്ങനെ തന്നെ പോകാം. മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്റ്റോപ്പ് ഔട്ട് ചെയ്യരുത്, ഒരിക്കലും ഡ്രോപ്പ് ചെയ്ത് കളയരുത്. നിങ്ങൾ മുന്നോട്ട് തന്നെ പോകാം. ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനകളും ടെക്നിക്സും കാര്യങ്ങൾ കൊണ്ടായിരിക്കണം നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയും ഭയങ്കരമായിട്ട് ഹാപ്പിയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ വളരെ സന്തുഷ്ടകരമായിട്ട് നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അത് മേ ബി ഈ പേഴ്സൺ ഒരു ട്രിപ്പൊക്കെ പോയിട്ടുണ്ടാകാം, ഫ്രണ്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിട്ടോ ട്രിപ്പ് പോയിട്ടുണ്ടാകണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബിസിനസ് ടൂറോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കണം. ഈ പേഴ്സൺ വളരെയധികം സന്തോഷവാനായിട്ടും സന്തോഷവതിയായിട്ടുമാണ് നമ്മൾക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജി ഒന്നും തന്നെ നമ്മൾക്കിവിടെ കാണാനായിട്ട് പറ്റുന്നില്ല. നിരാശയോ, ചിലപ്പോൾ നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒക്കെ ആയിരിക്കാം, പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും വളരെയധികം ഹാപ്പിയാണ്, സന്തോഷമായിട്ടിരിക്കുകയാണ്, സന്തോഷത്തോടെ ഇരിക്കുകയാണ്. നിങ്ങളാണെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കി പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ വ്യക്തിയുടെ കാര്യമാണെങ്കിലും ഈ വ്യക്തിയുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നു. ആൻഡ് ഓൾസോ ഈ പേഴ്സണും നിങ്ങൾക്കും ആർക്കാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല, പക്ഷെ എന്നാൽ പോലും പല പല നേട്ടങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ ജോലിക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ജോലി ലഭിക്കുന്ന അവസ്ഥ, ഇനിയിപ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പ്രമോഷൻ ലഭിക്കാനുള്ള സാഹചര്യം, ഇതൊക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ നിങ്ങളും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കരിയർ പരമായിട്ടുള്ള, ജോബ് പരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നല്ല രീതിയിൽ കോൺസെൻട്രേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉന്നത തലങ്ങളിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ട്വിൻ ഫ്ലെയിം ആൻഡ് സോൾമേറ്റ് കണക്ഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. നല്ല വൈബ്രേഷൻസ് ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സെപ്പറേഷൻ പീരീഡ് നമ്മൾക്ക് അത് എല്ലാ റിലേഷനിലും ഉണ്ടാകും. പിന്നെ ട്വിൻ ഫ്ലെയിം പറയുകയേ വേണ്ട, കുറേ നാൾ സെപ്പറേഷൻ പീരീഡിലായിരിക്കും. ബട്ട് അത് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കാതെ, നെഗറ്റീവ് ആയിട്ടിരിക്കാതെ പോസിറ്റിവിറ്റിയിലേക്ക് കടന്നു വരാനാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. ബിക്കോസ് നിങ്ങളെ കാത്ത് നല്ല ലക്കി ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. ബിക്കോസ് പോസിറ്റീവ് എനർജിയാണ്, പോസിറ്റീവ് എനർജി വൈബ്രേഷനിൽ ഇരിക്കുകയാണ്. ഓക്കെ, പോസിറ്റീവ്, മേ ബി ഈ പേഴ്സൺ എന്തെങ്കിലും പ്രൊമോഷനൊക്കെ കിട്ടിയിട്ട് അതിൻ്റെ ട്രീറ്റ്, ഫ്രണ്ട്സിന് ട്രീറ്റ് ഒക്കെ കൊടുത്തിട്ട് പാർട്ടിയൊക്കെ ചെയ്തൊക്കെ നടക്കുന്നുണ്ടാകാം. ബിക്കോസ് ഈ പേഴ്സൺ വളരെ പോസിറ്റീവാണ്. ഈ പേഴ്സൺ ഇപ്പം നിങ്ങളോട് തല്ലുകൂടാനോ, നിങ്ങളോട് വാക്ക് തർക്കത്തിന് നിൽക്കാനോ, നിങ്ങളോട് ദേഷ്യപ്പെടാനോ ഒന്നും ഈ പേഴ്സണെ താല്പര്യമില്ല. ബിക്കോസ് കൂളായിട്ട് എന്നെങ്കിലും ഇപ്പം തന്നെ പോയി മെസ്സേജ് ചെയ്യണം എന്നല്ല പറയുന്നത്, പക്ഷേ എങ്കിൽ പോലും ഇവിടെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ്രേഷൻസ് ആണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇനിയിപ്പോൾ നേരിട്ട് എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ഈ പേഴ്സണ് ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. കുറച്ച് പേർക്കാണ്, ഇറ്റ്സ് എ ജനറൽ റീഡിങ്. അത് നിങ്ങൾ പോസിറ്റീവായിട്ട് അത് ഏറ്റെടുക്കുക. ബിക്കോസ് ഈ പേഴ്സണ് ഹാപ്പി ആയിട്ട് ഈ പേഴ്സൻ്റെ സംതിങ് സന്തോഷ വാർത്തകൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഈ വ്യക്തിക്ക് അതിയായ ആഗ്രഹം ഉണ്ട്. ഓക്കെ എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. ബിക്കോസ് ബാലൻസ്ഡ് ആണ്. നമുക്കിവിടെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് നിൽക്കുന്ന രണ്ട് കപ്പിൾസിനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് ഓൾസോ നമ്പർ 6 ആണ് കിട്ടിയിരിക്കുന്നത്. ഇറ്റ്സ് എ ലക്കി നമ്പർ. മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ലക്കി നമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ 6 വയസ്സിൻ്റെ ഡിഫറൻസ് ആയിരിക്കാം നിങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ 6 വർഷത്തെ പ്രണയമായിരിക്കാം.
ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് 6 ആയിട്ട് കണക്റ്റഡ് ആയിട്ട്. ആൻഡ് വൈ യു ആർ നോട്ട് മെസ്സേജിങ് മീ? ഓക്കെ, എന്തുകൊണ്ടാണ് നിങ്ങൾ മെസ്സേജ് ചെയ്യാത്തത്? ബിക്കോസ് ഈ പേഴ്സൺ കുറച്ച് ഈഗോയിസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സോ നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങോട്ട് മെസ്സേജ് ചെയ്യാത്തതെന്നാണ് ചോദിക്കുന്നത്. ഐ ആം സോ എക്സൈറ്റഡ് ഫോർ അവർ നെക്സ്റ്റ് ഡേറ്റ്. ഓക്കെ ഓക്കെ, യെസ്. ആൻഡ് ഓൾസോ ഈ പേഴ്സൻ്റെ ഓരോരോ നീക്കങ്ങൾ, അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ ഓരോരോ അവസ്ഥകൾ മേ ബി നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സ് വഴി അറിയുന്നുണ്ടാകണം. നിങ്ങൾക്കിടയിൽ സ്പൈകൾ ഒരുപാട് ഉണ്ടാകണം. ഓക്കെ, ആ പേഴ്സൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചേരാനും നിങ്ങളുടെ വിശേഷങ്ങൾ ആ പേഴ്സണ് കൊണ്ടേ കൊടുക്കാനും നിങ്ങൾക്കിടയിൽ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, നമ്പർ 4, ദെൻ ലെറ്റർ L. ഓക്കെ, ദ സിവിൽ സർവീസ് ആസ്പിറൻറ്റ്. ഓക്കെ, സിവിൽ സർവീസ് ഒക്കെ പഠിക്കുന്ന ആൾക്കാരായിരിക്കണം. ചിലപ്പോൾ അതിലെന്തെങ്കിലും വിജയം കിട്ടിയിട്ടുണ്ടാകണം. ഗുഡ് ലവർ. ആൻഡ് യെസ്, ദ നമ്പർ 69 മേ ബി നമ്പർ 69 669 നിങ്ങൾ മേ ബി കാണുന്നുണ്ടാകണം. 969 കാണുന്നുണ്ടാകണം. അതൊരു സ്പിരിച്വൽ പവറിനെ സൂചിപ്പിക്കുന്ന ഒരു നമ്പർ തന്നെയാണ്, ഏഞ്ചൽ നമ്പർ തന്നെയാണ്. ആൻഡ് ഓൾസോ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെങ്കിൽ ട്വിൻ ഫ്ലെയിം നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ചെറിയ രീതിയിൽ അവിടെ ഒരു പ്രോബ്ലംസും നിൽക്കുന്നുണ്ട്. അതൊരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പ്രോബ്ലം മാത്രമായിട്ടാണ് കാണിക്കുന്നത്. അല്ലാത്ത പക്ഷം വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, ആൻഡ് ഓൾസോ ഈ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. അപ്പോൾ ഞാൻ ഈ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് എൻ്റെ വാട്സപ്പ് നമ്പർ. എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ ഞാൻ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്ത്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. ദ സോൾട്ടിറ്റ്യൂഡ് കാർഡാണ്. നമ്പർ 9 ആണ് കിട്ടിയിരിക്കുന്നത്. ഓൾസോ എ ഗേൾ വിത്ത് എ ബുക്ക് റീഡ്. ഓക്കെ, നമുക്ക് നോക്കാം വാട്ട് വിൽ ബി ദ സ്പിരിറ്റ്. ഈ വ്യക്തിയുടെ നിങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. സ്റ്റേ പോസിറ്റീവ്. ഓക്കെ, courage, the current energy is the courage is yes, the reverse energy. Okay, stay safe. Okay, the events, yeah, the deception. Okay, ഇത് മുഴുവൻ കേട്ടിട്ട് നിങ്ങളുടെ സാഹചര്യമായിട്ട് കറക്റ്റ് ആണെങ്കിൽ യു ക്യാൻ അക്സെപ്റ്റ് ഇറ്റ്, അതർവൈസ് ഫസ്റ്റ് പയലിലേക്ക് പോകാം. ഓക്കെ, നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഇത് വലിയൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, എന്തായാലും കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ല. ഓക്കെ, ഒരു എന്താ പറയുക, ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ വല്ല ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് എന്നായിരിക്കും. അതിനേക്കാൾ ഉപരി നിങ്ങൾ തമ്മിൽ വലിയ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇവിടെ നടക്കുന്നില്ല. കൂടുതലും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ബ്രേക്കപ്പ് സിറ്റുവേഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പറയാനായിട്ടാണെങ്കിൽ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, സോൾട്ടിറ്റ്യൂഡ് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥ തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുകയാണെങ്കിലും ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥ. മേ ബി നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം, നിങ്ങളുടെ വ്യക്തി. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവിന് വേണ്ടിയിട്ടോ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടോ ആയിരിക്കണം ഈ ഒരു റീഡിങ് കാണുന്നത്. എന്തായാലും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉറപ്പായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ ഇല്ല. ദിസ് ഇസ് ബിക്കോസ് നിങ്ങളുടെ കാലചക്രം അനുകൂലമല്ലാത്ത രീതിയിലും പ്രതികൂലമായിട്ട് നിൽക്കുന്ന രീതിയിലുമാണ് ഉണ്ടായിരുന്നത്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മോശ സമയമായിരുന്നു, മോശം കാലഘട്ടമായിരുന്നു, അർഹിക്കപ്പെട്ടതൊന്നും ലഭിക്കാത്ത അവസ്ഥ. ഇപ്പോൾ പ്രണയം ഉണ്ടെങ്കിൽ പോലും അത് സ്നേഹം അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥ. കല്യാണം കഴിച്ചു, പക്ഷെ അത് സപ്പോർട്ടീവായിട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആണ്. ഇപ്പോൾ കല്യാണം കഴിച്ചവരാണെങ്കിൽ പോലും നിങ്ങൾ സെപ്പറേഷനിലായിട്ട് നിങ്ങളുടെ വീട്ടിലും ഭർത്താവിൻ്റെ വീട്ടിലും ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു കറണ്ട് എനർജി നോക്കുകയാണെങ്കിൽ ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട്. ബട്ട് ഈ പേഴ്സൺ വരുന്നില്ല, ഈ പേഴ്സണ് വരാനുള്ള ധൈര്യമില്ല. ദിസ് ഇസ് ബിക്കോസ് ഓഫ് ദ തേർഡ് പാർട്ടി ഇഷ്യൂ.
ഓക്കെ, നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ മേ ബി അമ്മായിയമ്മ ആയിരിക്കാം, അല്ലെങ്കിൽ ഞാൻ എക്സാമ്പിൾ പറയാം കേട്ടോ, അങ്ങനെ പല ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെയുള്ള ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം. എന്തായാലും ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നു. നിങ്ങൾ രണ്ടുപേരെയും സെപ്പറേറ്റഡ് ആക്കി വെച്ചു. നിങ്ങൾ രണ്ടും രണ്ട് വഴിക്ക് പോയി. ബട്ട് നിങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഇഷ്ടം എന്ന് വെച്ചാൽ അതൊരു 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 ഒരു ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഇഷ്ടം തന്നെയായിരുന്നു. വളരെ വിശ്വാസമായിട്ടുള്ള ഒരു സ്നേഹം തന്നെയായിരുന്നു. പക്ഷേ അതെവിടെയൊക്കെയോ മുറിഞ്ഞു പോയി, അതെവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയി. ബട്ട് ഇപ്പോൾ ഈ പേഴ്സന്റെ അവസ്ഥ എന്ന് പറയുന്നത്, ഈ പേഴ്സൺ ഒറ്റപ്പെട്ട് നടക്കുകയാണ്. ഓക്കെ, ഒറ്റപ്പെട്ട് നടക്കാണ്. അത് മാത്രമല്ല, നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് അത് ക്ലിയർ ആക്കാനായിട്ടുള്ള ധൈര്യം ഈ വ്യക്തിക്കില്ല. നിങ്ങളോട് സംസാരിക്കാൻ പോയിട്ട് നിങ്ങളുടെ മുഖത്ത് പോലും നോക്കാനുള്ള ധൈര്യം ഈ വ്യക്തിക്കില്ല. കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുക എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. തേർഡ് പാർട്ടി ചതിച്ചതാണ് ഈ പേഴ്സണെ. ഓക്കെ, ഈ പേഴ്സണെ കംപ്ലീറ്റ് ആയിട്ട് കുറ്റം പറയാനില്ല. ബിക്കോസ് ഈ പേഴ്സൺ എവിടേക്കോ ഒരു മണ്ടത്തരം കാണിച്ചു. ഓക്കെ ഫൈൻ, മനുഷ്യനാണ്, തെറ്റുകൾ പറ്റും. പക്ഷെ എവിടേക്കോ നിങ്ങളെ തള്ളിപ്പറഞ്ഞ് തേർഡ് പാർട്ടിയുടെ ഒപ്പം ഈ പേഴ്സൺ നിന്നു. തേർഡ് പാർട്ടിയുടെ ഒപ്പം നിന്നുകൊണ്ട് നിങ്ങളെ യുദ്ധം ചെയ്ത് വീഴ്ത്തി, അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചു. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പക്ഷെ അത് ഇപ്പോൾ ആ പേഴ്സൺ മനസ്സിലാക്കുന്നു. ബിക്കോസ് അത് മണ്ടത്തരമായിരുന്നു, അത് തേർഡ് പാർട്ടിയുടെ വലിയ കെണിയായിരുന്നു, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ വലിയൊരു ചതിയായിരുന്നു എന്നുള്ളത് ഈ പേഴ്സൺ ഇപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ബിക്കോസ് ഇപ്പോൾ ഒറ്റപ്പെട്ടപ്പോഴാണ്, തേർഡ് പാർട്ടിയും ഇല്ല, നിങ്ങളും ഇല്ല, ആരും ഇല്ലാണ്ടായപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിലാണ് ഈ പേഴ്സൺ റീതിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ റിവൈൻഡ് അടിച്ച് അത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചു വരുമ്പോൾ ഈ പേഴ്സൺ ഒരുപാട് പാഠങ്ങൾ പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ പേഴ്സണിന് തിരിച്ചു വരാനായിട്ടുള്ള ധൈര്യം ഈ വ്യക്തിക്ക് ഇപ്പോൾ ഇല്ല. ഓക്കെ, ധൈര്യം ഈ വ്യക്തിക്ക് ഇല്ല. ബിക്കോസ് നിങ്ങളുടെ കയ്യിൽ നിന്നും ഒരു മുഖത്തടി ഉറപ്പാണ്. അല്ലെങ്കിൽ നിങ്ങൾ പിടിച്ച് അടിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ദേഷ്യപ്പെടും, ചീത്ത പറയും. ഓക്കെ, അത് നിങ്ങളുടേതായിട്ടുള്ള ഇതാണ്. നിങ്ങൾക്ക് അത്രയും ഹേർട്ടായിട്ടുണ്ടാകണം, നിങ്ങൾ അത്രയും വേദനിച്ചിട്ടുണ്ടാകണം. ഓക്കെ, പക്ഷെ നിങ്ങൾ എങ്കിൽ കൂടെ നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാണ്. പക്ഷെ ആ ഒരു കാര്യം ഈ പേഴ്സൺ അറിയില്ല. കാരണം ഈ പേഴ്സൺ പേടിയുണ്ട്. ഈ പേഴ്സണ് നേരിട്ട് വരാനും കൺമുന്നിൽ വന്ന് നട്ടലുയർത്തി നിൽക്കാൻ ഈ പേഴ്സണ് ധൈര്യമില്ല. ഈ പേഴ്സന്റെ ധൈര്യമൊക്കെ ചോർന്നു പോയി. ദിസ് ഇസ് ബിക്കോസ് തേർഡ് പാർട്ടി കാരണം. തേർഡ് പാർട്ടി ഇപ്പൊ റിമൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് തേർഡ് പാർട്ടി ഫ്രോഡ് ആണെന്നുള്ള കാര്യം ഈ പേഴ്സണ് മനസ്സിലായിരിക്കുന്നു, വ്യക്തമായിരിക്കുന്നു. നിങ്ങളായിരുന്നു ശരിയെന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നു. ഈ പേഴ്സൺ റിഗ്രറ്റ് ചെയ്യുന്നു, കരയുന്നു. ഓക്കെ, ആൻഡ് ഓൾസോ ഇപ്പോൾ നിങ്ങൾക്ക് വീൽ ഓഫ് ഫോർച്യൂൺ അനുകൂലമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യം. അത് പതുക്കെ പതുക്കെ വരുള്ളൂ, ഓരോന്നോരോന്നായിട്ടേ വരുള്ളൂ. യു ഷുഡ് വെയിറ്റ്. നിങ്ങൾ വെയിറ്റ് ചെയ്യണം. നാളെ തന്നെ എല്ലാവരും നിങ്ങളുടെ മുന്നിൽ വരും എന്നല്ല, പക്ഷെ എന്നാലും നിങ്ങൾക്ക് വിജയം ഉണ്ട് നിങ്ങളുടെ ഭാഗത്ത്, അല്ലെങ്കിൽ നിങ്ങളെ വിജയം കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ ദ്രോഹിച്ച ആളുകള്, നിങ്ങളോട് ദ്രോഹം ചെയ്ത ആളുകള് നിങ്ങളുടെ അടുത്തേക്ക് സ്നേഹമായിട്ട് വരുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ സോറി ആയിട്ട് ക്ഷമാപണം നടത്താനായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഒപ്പം നിങ്ങളുടെ വ്യക്തിയും. ഓക്കെ, അപ്പൊ ഈ പേഴ്സന്റെ കറണ്ട് എനർജി പ്രകാരം ധൈര്യമില്ലാത്ത അവസ്ഥ, ഒറ്റപ്പെടലിന്റെ വേദന, കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചിട്ട് പിന്നെയും ചിന്തിച്ച് റിഗ്രറ്റ് ചെയ്യുന്നു, പശ്ചാത്തപിക്കുന്നു, വിഷമിക്കുന്നു. ഓക്കെ, വലിയ പാഠങ്ങളാണ് ഈ പേഴ്സൺ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, യെസ്, അതങ്ങനെ തന്നെ ആയിക്കോട്ടെ, നല്ല കാര്യമാണ്. തെറ്റ് ചെയ്തു, ഓക്കെ, അത് മാനസാന്തരപ്പെടുക എന്ന് പറയുന്നതും അതൊരു ക്വാളിറ്റിയാണ്. ഐ എം ക്രൈങ് ഫോർ യു അറ്റ് ലാസ്റ്റ് നൈറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒക്കെ, ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. കാരണം നിങ്ങളല്ല ഇവിടെ തെറ്റുകാര്, ആ പേഴ്സൺ ആണ്. അപ്പൊ നിങ്ങൾ ആ പേഴ്സന്റെ പുറകെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ വില പോകും. സോ സത്യം വിജയിക്കണമല്ലോ. അപ്പോൾ അതങ്ങനെ തന്നെ നിൽക്കട്ടെ. ഐ എം ക്രൈങ് ഫോർ യു അറ്റ് ലാസ്റ്റ് നൈറ്റ്. പ്ലീസ് ഡോണ്ട് ലീവ് മീ ആൻഡ് സ്റ്റേ വിത്ത് മീ. ഓക്കെ, ഇപ്പോൾ ഈ പേഴ്സണ് നിങ്ങളുടെ ആവശ്യം വേണം. ബിക്കോസ് നിങ്ങളായിരുന്നു ഏറ്റവും വലിയ ഹീലിംഗ് ആയിട്ടുള്ള വ്യക്തി എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നു. ബ്യൂട്ടി കോൺഷ്യസ്, നിങ്ങളുടെ എന്താ പറയാ, നിങ്ങൾ സേഫ് സോണിൽ നിൽക്കുക. നിങ്ങൾ എപ്പോഴും സേഫ് ആയിട്ട് പ്ലേ ചെയ്യുക. ഓക്കെ,
നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ ഭംഗിയുള്ള ആൾക്കാരൊക്കെയാണെന്നാണ് കാണിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്, സുന്ദരി സുന്ദരന്മാരാണ്. സോ നിങ്ങൾ നിങ്ങളുടെ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. സെക്ഷൽ അഡിക്ഷൻ ഓക്കെ, മേ ബി അങ്ങനെ ഒരു ഇതുണ്ടായിരിക്കണം. ദ പൈലറ്റ് കിട്ടിയിട്ടുണ്ട്. ഗുഡ് ആക്ടർ, ആക്ടിങ് ഫീൽഡിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കണം. എഞ്ചിനീയർ ഓക്കെ, ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത്. സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ, വാട്സപ്പ് നമ്പർ ആണ്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് ഈ ഒരു വാട്സപ്പ് നമ്പറിൽ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ഈ ഒരു വാട്സപ്പ് നമ്പർ. സോ എങ്ങാനും ഞാൻ സ്ക്രീനിൽ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് എടുക്കാം. ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നവരാണെങ്കിലും അല്ലാതെയാണെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇത് നമ്മളുടെ 3rd ചാനലാണ്. ഫസ്റ്റ് ചാനൽ വേറെയാണ് കേട്ടോ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളമാണ്. ഇത് 555 ഏഞ്ചൽ ടാരോട്ട് ലവ് റീഡിംഗ് മലയാളമാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.